റെഡി അല്ലേ? അപ്പോൾ ഇന്നത്തെ ഹൈക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ടാസ്ക് പിടിച്ചൊരു ഹൈക്കിംഗ് ആണ്. നമ്മളൊന്നൊരു ആദ്യമായിട്ടൊരു 3000 മീറ്ററുള്ളൊരു മൗണ്ടെയിൻ ക്ലൈംബ് ചെയ്യാൻ പോവാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഗേൾ ഫ്രണ്ടും ഉണ്ട്. അപ്പം എന്താണെന്ന് അറിയത്തില്ല. ഇവൾക്ക് പകുതി വഴി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ പോകുന്ന വഴിക്കൊരു ഹട്ടുണ്ട്. അപ്പം ഞാൻ ഇവളോട് അവിടെ ഇരിക്കാൻ പറയും. എന്നിട്ട് ബാക്കി ക്ലൈംബ് എന്നെക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കും. അപ്പോൾ ഇന്ന് തമാശ കളിയല്ല, ബായോ എന്താണെന്ന് കണ്ടറിയാം. എന്തുകൂടെ ഇപ്പം ഞാൻ കാണിച്ചേ? എന്ത് കിലോമീറ്റർ? ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? ചിരിക്കാതെ നടക്കണി. ഒന്നും ആയില്ല. 4.5 കിലോമീറ്റർ വളരെ ഈസി ആയിരുന്നു. അവസാനത്തെ 4 കിലോമീറ്ററാണ് എന്താണെന്ന് കണ്ടറിയാം. കണ്ടു കണ്ടു കാക്കക്കുയിലെ. ആ മലയുടെ നടുക്കൊരു ശിവലിംഗം. ശിവലിംഗത്തിൻ്റെ മണ്ടലൊരു കുരിശി. നമ്മൾ ഇതിൻ്റെ മണ്ടലാണോ കയറണ്ടേ? ഇതിൻ്റെ മണ്ടയിൽ ഏതാ രാജ്യം എന്നറിയോ? ഏതാ? ഓസ്ട്രിയ. ആഹാ, ഓഹോ. ഇനി കുറച്ച് ഇൻഫർമേഷൻ ആകാം. ഹൈക്കിങ് പോകുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ചോക്ലേറ്റ് കഴിക്കുന്നത്? ക്വിക്ക് എനർജിയാണ്. ആണോ? ചോക്ലേറ്റ് ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ ഹൈക്കിങ് പോകുമ്പം ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് തന്നെയാണ്. ഷുഗർ. യാ. എന്നാ സെറ്റപ്പ്. സോ നമുക്കിനി ഏകദേശം ഒരു 7.5 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 4 കിലോമീറ്റർ നമ്മൾ 5 കിലോമീറ്ററോളം കവർ ചെയ്തു. അത് ഇതുപോലെ തന്നെ ഭയങ്കര ഈസി ആയിട്ടുള്ള റൂട്ടായിരുന്നു. നിങ്ങളത് കാണുന്നുണ്ടോ? ഓ, പുള്ളി സ്വർഗത്തിലാണ് ഉള്ളത്. രാവിലെ ജോഗിങ് വരുന്ന സ്ഥലം. പ്രായമായ ഇങ്ങനെ നടക്കണം. എന്ത് മാഞ്ഞു പോയ? എന്താ കൊള്ളാന്ന്? എവിടെ? സ്വർഗം. ബായിന് ഏകദേശം ഒരു 6-7 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇത് മറ്റേ IBX ആണ്, നമ്മുടെ നാട്ടിലുള്ള IBX. വാ വാ വാ. അളിയൻ്റെ ഒക്കെ ഒരു യോഗ. ഞാനത് പശുവായിരിക്കുന്നു. അവിടെ കുറേ ഉണ്ട്.
പിന്നെ ഇവിടെ കുറേ ഉണ്ട്. ഇതൊക്കെ അവരുടെ ആയിരിക്കും അല്ലേ? ചേട്ടാ അവിടെയും കുറേ ഉണ്ട്. ഇനിയിപ്പോൾ ഇതുങ്ങളെല്ലാം എവിടെയാണോ കിടന്നു ഉറങ്ങുന്നത്? എന്തൊക്കെ ഡൗട്ട് എനിക്ക്. പിന്നെ അവിടെ രണ്ടുപേരുണ്ടാ. അതെന്ത് സാധനല്ലേ ഇത്? കീരിയാണോ? കീരിയല്ല. കീരിയല്ല, എന്താ റംബൂട്ടാനാണോ? ഇത് ഇവിടെ നോക്ക്, ക്യാമറ നോക്ക്, കണ്ടോ? ഇത് വേറെന്താ സാധനം? ഇപ്പം നീ ചുമ്മാ പറഞ്ഞ കല്ല് കൊള്ളിക്കല്ലേ? പിന്നെ അവിടെ ഇറങ്ങിയപ്പോൾ കൊള്ളു. ഇത് നോക്കി നോക്കി, നല്ല ക്യാമറ ആണ്. ഏത് പുല്ലിനെ കല്ലെറിയതെന്ന് നോക്കുന്നത്. അത് അടുത്തത് അവിടെ ആ കഴിയുടെ പുറകിൽ പൊളിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ആള്. പിന്നെ ആൾക്കാരെ കാണാണ്ട് വന്നുകൊണ്ട് ഒളിച്ച് സേഫ് ആണോ എന്ന് നോക്കി പോകുന്നു. ഇവിടുത്തെ എന്തോ ഒരു ജീവിയാണ്. സ്വർഗത്തിൽ ജീവിക്കുന്ന എന്തോ സാധനം. ഇതൊരു ബൈക്കിൽ പോയി നോക്കിയേ. കൂട്ടുകാരുടെ അടുത്ത് വരിക. നാലാമത്തെ സാധനം. നാലാമത്തെ ഇവിടെ രണ്ടുപേര്. നാലാമത്തെ തെങ്ങ അവിടെ ഉണ്ടായിരുന്നു. എവിടെ? അവിടെ. അപ്പം ആൾക്കാരിറങ്ങി വരുന്നില്ലേ? അവിടുന്ന് നമ്മുടെ ക്ലൈംബ് നൈസായിട്ട് തുടങ്ങും. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇവിടെ അടുത്തൊരു ഹട്ടുണ്ട്. അപ്പം ഇവളെ അവിടെ ഇരുത്തിയിട്ട് ബാക്കി ഒരു ഓൾമോസ്റ്റ് ഒരു 1100 മീറ്റേഴ്സും കൂടെ ഉണ്ട് എനിക്ക് ക്ലൈംബ് ചെയ്യാൻ. ആ ക്ലൈംബ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കും. മേളിൽ സ്നോ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പ്രോപ്പർ എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ലല്ലോ. എൻ്റെ സ്നോ ഷൂ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അടുത്ത് പണ്ടാരം അടങ്ങി. പക്ഷെ കുഴപ്പമില്ല, നോർമലായിട്ടുള്ള മടുപ്പേ ഉള്ളൂ. രണ്ടര മണിക്കൂർ. ഹോട്ടലല്ല, എന്ത് കൊണ്ടുവരാമെന്ന് ആർക്കറിയാം. അതിനെന്നാ പറയുന്നത്? ഹട്ടോ? പക്ഷെ ഹട്ടെന്ന് പറയാൻ പറ്റില്ല, ഇച്ചിരി വലിയ സെറ്റപ്പാണ്. റെസ്റ്റോറൻറ്റ് പോലത്തെ സെറ്റപ്പാണ്. അവിടെ ഇരിക്കൂലോ. എങ്ങ് വരെ? മണ്ട വരെ? ഒന്നും നീ മണ്ട വരെ പോരെ. എന്നിട്ട് നടന്നില്ലെങ്കിൽ പയ്യൊന്ന് തിരിച്ചു കടന്നു. എൻ്റെ ഹോട്ടലിന് അവിടെ വന്നിരുന്നു. ഞാൻ മണ്ടപ്പെട്ടപ്പോൾ ഞാൻ തിരിച്ചു വരാം. അങ്ങനെയാണ്, ഒരു കുഴപ്പമില്ല. പതുക്കെ മണ്ട വരെ പോയിട്ട് എന്നാ എനിക്ക് മനസ്സിലായില്ല. വർക്കിന് പോലും ഇതിലും പൗസ് എടുക്കുന്നുണ്ടെന്ന്. നമ്മൾ 6:30 തുടങ്ങിയല്ലോ, ഇപ്പൊ സമയം 10 മണി. ഇപ്പോഴാണ് ഇരിക്കുന്നത്. പിന്നല്ലാണ്ട് വർക്കായിരുന്നു 6:30 തുടങ്ങിയിട്ട് 8:30 ആകുമ്പോഴത്തേക്ക് ഇരുന്നേനെ. ഇതിവിടെ പൗസ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വാം ഡൗൺ ആയി പോകും. ഞാൻ പൗസ് എടുത്തില്ല, ബ്രേക്ക് ഡൗൺ ആയിപ്പോ. കോമഡി.
ഓൾമോസ്റ്റ് തീരാറായി. തീരാറായോ? ഇനിയുണ്ട് 1000 മീറ്ററും കൂടെ. 2100 ആയതേ ഉള്ളൂ. ചത്ത് ഇതേ കാണുന്നതാണ് എൻ്റെ. ഇതെവിടെയാണ് ഹോട്ടൽ? ചല്ലോ, ആർ യു ഓൾ റൈറ്റ്? പിന്നല്ല. പ്രൈവറ്റ് സാധനം തോന്നുന്നില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ ഹട്ട്. സോ നമ്മൾ ഓൾമോസ്റ്റ് ഹട്ടിലെത്തി. ഇത് ഏകദേശം ഒരു 2400 മീറ്ററാണ് ഈ ഹട്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ കയറി വന്നപ്പം ഇതാണ് ഇവിടുത്തെ ഹട്ട്. ഇവിടെ ചെറിയൊരു മാൻ മെയ്ഡ് കുളം. വേറെ സുത്തം കാണിച്ചില്ലേ, ഇതുകൊണ്ടൊരു പള്ളി. കൊള്ളാല്ലേ. ഇനി എനിക്ക് ഇതിലൂടെ ഇങ്ങനെ പോയി അങ്ങനെ പോയി എൻ്റെ വണ്ടി എത്തണം. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ കൂട്ടത്തിൽ ഇത് അവളും ഉണ്ട്. അപ്പോൾ എന്തായാലും കയറുമോ നീ? അപ്പോൾ എന്തായാലും ടു ദ ടോപ്പ്, ലെറ്റ്സ് ഗോ. സ്വർഗത്തിലോ അവിടെ നേരത്തെ കാണിച്ചു തന്നൊരു കപ്പേളയില്ലേ, ആ മാർക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ? ആ മാർക്കുണ്ടോ? റെഡ് മാർക്ക്, അത് ഫോളോ ചെയ്ത് പോയാൽ മതി. ഓയ്, ദാറ്റ്സ് ഗുഡ്. ഇതൊക്കെ തന്നെ ചുമ്മാ സിമ്പിൾ സാധനമല്ലേ. അപ്പം ചെറിയൊരു പൗസ്. വായിൽ വെള്ളമെല്ലാം പറ്റിയിട്ട് സൗണ്ട് പുറത്ത് വരുന്നില്ല. ഇപ്പോൾ സമയത്ത് 11:30. 11:30. 6:30 തൊട്ട് 11:38 വരെ കണ്ടിന്യൂസ്. ഇടയ്ക്കൊന്നിരുന്നല്ലോ. പക്ഷേ 5 മിനിറ്റല്ലേ. അവിടുന്ന് ഐസ് ഉരുകിയിട്ട് ആ വെള്ളം ഒഴുകിയിരുന്നല്ലേ. രണ്ടുപേരല്ലേ. അവരിത് ഈ വഴിയെ ഇങ്ങനെ പോയി, പിന്നെ എങ്ങനെയോ പോയി ഇതിൻ്റെ മണ്ടയിലെത്തി.
ഇവിടെ വരില്ലുള്ളൂ. ഇത് കിട്ടുന്നുണ്ടോ? സൂക്ഷിച്ച് കയറണം. ഇതുണ്ടോ, ഇതാണ് എൻ്റെ അടുക്കൂടെ വഴി പോകുന്നുണ്ട്. ഇവിടെ നിന്ന് കാണുമ്പോൾ അത് ഇച്ചിരി സീനായിട്ട് തോന്നും, പക്ഷെ കുഴപ്പമില്ല. ഈ വഴിയുണ്ടോ? എടി ഈ വഴി കാണുന്നില്ലേ ഇത്? ഇതിലിങ്ങനെ കയറിയിട്ട് ഇങ്ങനെ പോകണം. ഇതാണ് എൻ്റെ ടോപ്പ്. ഓക്കെ, അപ്പോൾ അവിടെ കുറച്ച് കെയർഫുള്ളായിട്ട് ഇരുന്നാൽ മതി. അപ്പോൾ ചിലപ്പോൾ മണ്ടേന്ന് കല്ലെല്ലാം ഉരുണ്ടെന്നാലേ. സൗണ്ട് എടി സ്റ്റിക്കിൻ്റെ ഉപയോഗം അതല്ല. സ്റ്റിക്ക് ഇപ്പം സ്റ്റിക്ക് വെച്ച് തന്നെ കല്ല് തട്ടിയിടാൻ പറ്റുമോ? എടിയാ ഇറക്കിറങ്ങുമ്പോൾ കുഴപ്പമൊന്നുമില്ല. സൈഡ് പിടിച്ച് പയ്യെ വന്നാൽ മതി, പ്രതിയൊന്നുമില്ലല്ലോ. പക്ഷെ ഇതിങ്ങനെ ഈ വഴിയുണ്ടേ പോലും അത് കുത്തനെ കിടക്കുന്ന വഴിയല്ലേ? എന്താ വഴിയുണ്ടേലും അത് കുത്തനെ കിടക്കുന്ന വഴിയല്ലേ? പിന്നെ മല പിന്നെ കുത്തനെ നിരപ്പായിട്ടിരിക്കുവോ? നീ എൻ്റെ കൂടെ വന്ന് കൂടിയില്ല മോളെ, നീ അനുഭവിച്ചോ. കൊള്ളാല്ലേ? വാ, റെഡ് മാർക്ക് ചെയ്തൊക്കെ നോക്കട്ടോ. ഇങ്ങോട്ട് ആ വഴിയോ? വെൽഡൺ. ഒരു കാലായി, ഇനി വേണ്ടൊരു മുക്കാല്. ഓൾമോസ്റ്റ് അറ്റ് ദ ടോപ്പ്. ആ നേരെ പോയിട്ട് ലെഫ്റ്റ്, റൈറ്റ്. ലെഫ്റ്റ് പോയിക്കല്ലേ. ഓക്കെ, കയറി പിടി. കയറി ബലം കൊടുക്കേ. നോക്കുന്നു. അവിടെ എത്തിയോ? മേളിലെത്തിയോ? If you want to up, it's our 1 hour 10 up. Hello. 1 hour 20. 1 hour 20. Yeah. ഹലോ ഹലോ. Warte mal, Janis, guck mal ernst. Alles gut? Ja. പുള്ളി തന്നെ പോലെയുള്ള ഒരാളാണ്.
Kommt noch ein paar hoch. Aber ich sag, er ist. ചിന്താവിഷ്ടയായ ശ്യാമള. അറ്റ് ലാസ്റ്റ് 5 മിനിറ്റ് കൂടെ ഉണ്ട്. നടാ ഐസിലാ. ഓ എപ്പോഴാണ് എനർജി വന്നേ മേളിലെത്തിയപ്പം? ഞാൻ മറ്റേ ഹിമാലയൊക്കെ കീഴടക്കിയതിൻ്റെ പ്രതീതിയുണ്ട് എനിക്ക്. ബട്ട് നമ്മളിതിലെത്തിയില്ല. പിന്നെ എവിടെയാ? ഞാൻ ഇത്ര ഉള്ളൂ കേട്ടോ. തിളങ്ങുന്നുണ്ടോ ഇത് സ്റ്റോൺ? ആ ചെറുതായിട്ട്. ക്യാമറ കിട്ടുന്നുണ്ടോ? ലൈം സ്റ്റോൺ ഇത്. സോ ഗൈസ്, ഇതാണ് ഈ മൗണ്ടൻ്റെ ടോപ്പ്. അമ്മേ 3014 meters. ടോപ്പിലെത്തി. താഴെ ഇറങ്ങണം. ഒരു പരിവായി. ഹായ്. അങ്ങനെ സൈഡ് ഇതിങ്ങനെ ഇറങ്ങണം. ജിങ്ക ജിങ്ക. കയറാനോ ഇറങ്ങാനാണോ പാട്? എനിക്ക് തോന്നുന്നു ഇറങ്ങാൻ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ അല്ലെങ്കിലും എനിക്ക് ഇവിടെ അല്ലായിരുന്നു അല്ലെങ്കിലും പേടി. അവിടെ ചെല്ലുമ്പോഴും നിനക്ക് ഇങ്ങനെയൊക്കെ തന്നെ തോന്നുള്ളൂ. മേ ബി എന്താണേലും ഇറങ്ങണല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും. അതെല്ലാം ഇവിടെ ഗ്രിപ്പുണ്ടല്ലോ എല്ലായിടത്തും. തെന്നിക്കിടക്കൊന്നുമല്ലോ, നോക്കി ഇറങ്ങിയാൽ മതി. കാലവിടെ വട്ട ഒടിഞ്ഞിരിക്കേ. പയ്യെ ആ ഒരു സെക്ഷൻ തീർന്നില്ലേ? സോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ടൊരു 3000 meter മൗണ്ടെയിൻ സബ്മിറ്റ് ചെയ്തു. ആണോ പിന്നെ ഈ മൗണ്ടെയിൻസ് ആണോ ഈ ഓസ്ട്രേലിയയിൽ ഓൾമോസ്റ്റ് ഈ കാണുന്ന മൗണ്ടൻസ് എല്ലാം 3000 meters മേളിലുള്ള മൗണ്ടൻസാണ്. നമ്മുടെ ജർമ്മനിയിൽ 3000 metersൻ്റെ മണ്ടയിലുള്ള മൗണ്ടൻസ് ഒന്നും ഇല്ലല്ലോ. സുക്പിറ്റ്സ് എത്ര 2900 സംതിങ് അല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ ജർമ്മനിയുള്ള ഉയരം കുറവായതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. സീനൊന്നുമില്ല. അവളൊരു വർക്കൗട്ടും ചെയ്യാത്ത അവൾക്ക് ഒരു സീനില്ലാണ്ട് അവൾ സബ്മിറ്റ് ചെയ്തു. പിന്നെ ഇടയ്ക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നല്ലേ? ആ ഇടയ്ക്ക് കുറച്ച് മറ്റേ റോപ്പൊക്കെ ഉപയോഗിച്ച് ക്ലൈംബ് ചെയ്യേണ്ട കുറച്ച് സീനൊക്കെ ഉണ്ടായി. പക്ഷെ നമ്മളതിൽ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്
അവളതൊക്കെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്തു. ഞാനും കൂട്ടത്തിൽ കട്ടയ്ക്ക് സപ്പോർട്ടിനുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞൊരു കല്ലടുക്കി വെച്ചേക്കുന്ന കേട്ടോ. പക്ഷേ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു അപ്പാപ്പൻ്റെ ലുക്കല്ലേ. ഹട്ടോ അത് ഹട്ട്. റൈറ്റ് അല്ല ലെഫ്റ്റ്.